പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മൾ പറഞ്ഞ കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊണ്ട് വന്ന വചനങ്ങൾ എന്താണ്? നമ്മൾ എന്നും കൊന്ന് ഞാൻ പാപിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായില്ലേ? എന്നും കൊന്ന് ഞാൻ പാപിയാണ് എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. അത് എങ്ങനെ രക്ഷപ്പെട്ടില്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ആത്മവിശ്വാസം പോകും. നമുക്ക് ഈ പാപകരമല്ലാത്തൊരവസ്ഥ നിലനിർത്തുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും. ആത്മവിശ്വാസം സംസാരിച്ചാൽ എന്താ പറയണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈശോ പറയണത് എന്താണ്? അങ്ങനെ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും നിങ്ങൾ വിശുദ്ധി വിരാജിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതാണ് വിശുദ്ധിയും ആത്മവിശ്വാസവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് യോഹന്നാൻ 15:3 നമ്മൾ പറഞ്ഞത്. 15:3 എന്താ പറയണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും. വചനം നമ്മൾ പറയുമ്പോഴേ അത് കേട്ട് അനുസരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുള്ളവരാകും. വിശുദ്ധി കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് അത്രയും ആഴമായിട്ട് ഞാൻ ഇപ്പം നിങ്ങളോട് പറയണില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എല്ലാ അവസ്ഥകളോടും സ്നേഹം തോന്നണം മക്കളെ. സ്നേഹമാണ് വിശുദ്ധി. ഞാൻ ഈ 40 കൊല്ലത്തെ പൗരോഹിത്യം കൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു സാധനം എന്താണ് വിശുദ്ധി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹമാണ് വിശുദ്ധി എന്ന് പറയും. അത് അഗസ്റ്റിനൊക്കെ എന്നാ പറയണത്? വിശുദ്ധ അഗസ്റ്റിൻ, ലവ് ഗോഡ് വാണ്ട് ആൻഡ് വാട്ട് എവർ യു ലൈക്ക് ആൻഡ് ഡു വാട്ട് എവർ യു ലൈക്ക്. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ പിന്നെ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പാപം ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്നേഹവും പാപവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കണം മാത്രമല്ല വിശുദ്ധി, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. മനസ്സിലായില്ലേ? നാം വിശുദ്ധി വരുന്നത് അങ്ങനെയാണ്. ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കുകയും പാരവെക്കുകയും സൂചി വയ്ക്കുകയും നമ്മുടെ യാത്രകളെയും നമ്മുടെ പ്രൊമോഷൻ തടയുകയും നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുകയും നമ്മൾ കല്യാണം ഉറച്ചെന്ന് കാണുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പറയും അവന് വേറെ പെണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്തുമാത്രം പരദൂഷണക്കാരും ആൾക്കാരുണ്ട്. ഇങ്ങനെ ഉള്ളവരെ നിങ്ങളുണ്ടെങ്കിൽ അത് ട്രെഷറാണ്. ശരിക്കും പറഞ്ഞാൽ അത് ട്രെഷറാണ് ശരിക്കും. എന്നാൽ നിധിയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇപ്പോൾ പണ്ടൊക്കെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കാർഡ് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കാർഡുകാരനോട് പറയും, ആ ചേട്ടനോട് പറയും, അവനപ്പോൾ ബോംബെ ജോലിയില്ലേ, സെറ്റിൽഡ് അല്ലേ എന്ന് പറയാം. അവനെ കറിക്ക് മീനകത്ത് ചൂണ്ടിടാൻ പോകണമായിരിക്കും ചിലപ്പോൾ അവൻ ഇവിടെ ഇല്ലായിരിക്കും. പക്ഷെ പാരവെക്കും. ആത്മാർത്ഥമായ പാരവെപ്പുകാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ എന്താ പ്രശ്നം? നമുക്കങ്ങനെ ഒരു പാരവെപ്പുകാരനെ കിട്ടിയാൽ നമുക്കൊരു നിധി കുംഭം കിട്ടിയ പോലെയാണ്. എന്താ കാര്യം? നമുക്ക് ക്രിസ്തുവിലേക്ക് പോകാൻ ഇവൻ്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ക്രിസ്തുവിലേക്ക് ഇവൻ്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. കാര്യം ഇവനെക്കൊണ്ട് തിന്മ പിശാചിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും, തിന്മയിലേക്കും. ഇപ്പം എന്താ ചെയ്യേണ്ടതില്ല? അതാണ് ഈശോ പറഞ്ഞത്, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ക്ഷമിച്ച നിന്നോട് ക്ഷമിക്കുന്ന ദൈവം ഇല്ലെങ്കിൽ
12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അപ്പോൾ ഇത് വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വഴി തടഞ്ഞു, നിങ്ങൾ നല്ലവണ്ണം വഴി പോയിക്കൊണ്ടിരുന്ന വഴിയാണ്, അവിടെ കൊണ്ടുവന്ന് കുറേ പുല്ലും കുപ്പിച്ചേരും കൂടി ഇട്ട് നിങ്ങളുടെ വഴി തടഞ്ഞു, നിങ്ങളെ ഒതുക്കിയെന്ന് വിചാരിച്ചു. ഈ ആൾക്കാരെ കാണുമ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ആശീർവദിക്കണമെന്ന്. അല്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ബൈബിളായിട്ടാണ് പറയേണ്ടത്. അല്ല നിങ്ങളിവിടെ വന്ന ശേഷം ഉടമ്പടി എടുക്കും, നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ആ ബൈബിളിന് വിരുദ്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം പോയി. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വാഗതം ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ മൊത്തമുള്ള ആൾക്കാരുടെ മുഴുവൻ അയൽവാസികളുടെ മെയിൻ പരിപാടി എന്തായിരുന്നു? മുഖ്യമന്ത്രിക്കും DGPക്കും DSPക്കൊക്കെ പെറ്റീഷൻ വിടുക, ഇവിടെ പൊല്യൂഷനാണ്, ഇവിടെ വെള്ളത്തിൻ്റെ കേടാണ്, ഞാൻ കുടിക്കാൻ പാടില്ല, ജീവിക്കാൻ പറ്റുകയില്ല, ഇത് നിരോധിക്കണമെന്നൊക്കെ. ഞാൻ ഈ ആൾക്കാരെല്ലാം സ്നേഹത്തോടെയാണ് എടുത്തത്. ഒരു മനുഷ്യനോട് നിരാശ കാണിക്കുകയോ നിങ്ങളങ്ങനെ കൊടുത്തില്ലേ അങ്ങനെ പറയുകയോ ഒന്നും ചെയ്യില്ല. ഇവിടെ ഇതിനകത്ത് താമസിച്ച ആൾക്കാർ വരെ നമുക്കെതിരായിരുന്നു ശരിക്കും. എന്നിട്ട് ഞാൻ അവരോട് അവസാനം വരെ സ്നേഹമായിട്ട് നിയന്ത്രിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്തിമ വിജയം ആരുടേതായിരിക്കും? കർത്താവിൻ്റെതായിരിക്കും. അപ്പോൾ നമ്മൾ അന്തിമ വിജയത്തിനാണ് പോണത്, അല്ലാതെ അപ്പോഴപ്പോഴുള്ള വിജയത്തിനല്ല. ഉടമ്പടിയുടെ ഒരു സമീപന രീതി വ്യത്യാസമുണ്ട്. ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ അപ്പോഴപ്പോഴുള്ള വിജയമാണ്, അങ്ങനെയല്ല. നമ്മൾ അന്തിമ വിജയത്തിലേക്കാണ് നോക്കുന്നത്, അത് കർത്താവിൻ്റെതായിരിക്കും. അപ്പം കർത്താവിന് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ വെച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല. ആത്മവിശ്വാസത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ഉടമ്പടിക്ക് ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ആത്മവിശ്വാസവും സമയച്ചുരുക്കവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റുള്ള പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പങ്ങളെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളവരെ എല്ലാം പ്രാർത്ഥിക്കും. കൃപാസക്തി വരുമ്പോൾ അങ്ങനെയല്ല, തട്ടപ്പാടെ മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിഷയുടെ സാക്ഷ്യത്തിൽ പറയുന്നത് എന്താ വിഷയം എന്ന് വെച്ചാൽ, അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഉടമ്പടിയാണ് അവർ. അപ്പം നിഷ ഈ ഹസ്ബൻഡും ജീസസ് യൂത്തിൻ്റെ ആൾക്കാരാണ്. അപ്പം അവർ നല്ല ട്രെയിനിങ്, കർത്താവ് പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിഷ വരുമ്പോൾ നിഷയും ഭർത്താവും കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും, അതെന്താ വെച്ചാൽ അവരുടെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ലിസ്റ്റ് ക്യാൻസലാകാൻ പോവുകയാണ്. ക്യാൻസലാകുന്ന മുമ്പ് ഇവർക്ക് ജോലി കിട്ടണം. അതിനാണ് അവർ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോൾ നിഷ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഇത് നമ്മുടെ വിഷയമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല, നമ്മുടെ വിഷയമായിട്ട് ഇതിനെ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. ഉടമ്പടി അതിൽ തന്നെ റിച്ചാണ്. നമുക്ക് ദൈവത്തിൽ വളരാൻ ഉടമ്പടി നമുക്ക് നിയതമായ രൂപം തരികയാണ്. കാര്യം എന്താണ്? അവർ ദൈവത്തെ വളർന്നവരാണ് ശരിക്കും. കാരണം ജീസസ് യൂത്തിന് ഞാൻ പണ്ട് ഇവിടെ ഈ സബ് സോണിൻ്റെയൊക്കെ പാസ്റ്ററായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരുമായിട്ട് കുമ്പസാരവും കാര്യങ്ങളൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ലെവൽ എനിക്ക് ഇറക്കി അറിയാൻ പറ്റും. അവരൊരുതം വളർന്നവരാണ്, സുവിശേഷ പ്രവർത്തനത്തിലൊക്കെ വളർന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി എടുക്കുമ്പോൾ അവർ നിയോഗം മറന്നു പോവുകയാണ്. ഉടമ്പടിയുടെ കറക്റ്റ് ഫോർമാറ്റ് കേൾക്കുമ്പോൾ നിയോഗം മറന്നു പോവുകയാണ്. എന്നിട്ട് നിഷ ഹസ്ബൻഡ് പറയണത്, ഈ നിയോഗമായിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇത് അതിൽ തന്നെ റിച്ചാണ്, ഉടമ്പടി അതിൽ തന്നെ റിച്ചാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്തുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് വരുമ്പോൾ നമ്മളത് ക്ലാപ്പ് പേപ്പറിലൂടെ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് ഉത്തേജനം കിട്ടും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ ഇങ്ങനെ ഹോംവർക്കുകൾ ചെയ്യിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവതിരുസന്നിധിയിലെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതാണ് ഈ ഹോംവർക്കിൻ്റെ ഏറ്റവും വലിയ വിഷയം. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തകയാണ്, ദൈവത്തിൻ്റെ ഒരു വിശ്വാസി അല്ലല്ലോ നമ്മൾ. അതാണ് വിഷയം. പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ലെവൽ മാർക്ക്.
നമ്മൾ ജന്മന ഒരു വിശ്വാസി എന്ന രീതിയിലാണ് ഈ പള്ളിയിൽ പോവുക, പെരുന്നാൾ കൂടുക, നിവേദന നടത്തുക, അത് പാട്ട് പാടുക, അങ്ങനെയൊക്കെ ചെയ്യണതെല്ലാം വിശ്വാസി എന്നുള്ള നിലവിലാണ്. പക്ഷേ ബൈബിളിൽ വിശ്വാസി എന്നതിനേക്കാളുപരി കർത്താവ് വിശ്വാസി എന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ വിശ്വാസിയിൽ നിന്ന് നമ്മൾ വളരാൻ വേണ്ടി കർത്താവ് വേറെ ഒരു സ്റ്റാറ്റസ് വെക്കും. അത് പ്രേക്ഷിതനൊന്നുമല്ല, ദൈവം അവരെ വിളിക്കണത് ദാസൻ എന്നാണ് വിളിക്കണത്. ദാസൻ. ഇപ്പം ദാസൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് എതിർവാ പറയാതെ അനുസരിച്ച് കൊണ്ട് നമുക്കൊരു നഷ്ടം വന്നാലും ഏതറ്റം വരെ വചനത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ഇവൻ അടിമപ്പണി ചെയ്യും. അത്രയും എങ്ങനെ ചെയ്യും? ദൈവത്തോടുള്ള സ്നേഹം കാരണം ചെയ്യും. ദൈവത്തോടുള്ള സ്നേഹം കാരണം ചെയ്യും. അപ്പോൾ നമ്മുടെ ജോലി എന്നതിനേക്കാളുപരി, അതിനോടുള്ള സ്നേഹത്തെക്കാളുപരി ചില ആൾക്കാർക്ക് നല്ല ദൈവവിളി കിട്ടും ഉടമ്പടിയിൽ നിന്ന്. എന്താണ്? അവർക്കറിയാം ഇത് എൻ്റെ നിയോഗത്തേക്കാൾ വലുതാണ് എൻ്റെ ഉടമ്പടി. ചില ആൾക്കാർക്ക് ഉടമ്പടി നിയോഗത്തേക്കാൾ ചെറുതാണല്ല. അങ്ങനെ ഒരു ചെറിയ കുഴപ്പം ചെറുക്ക് വരുന്നുണ്ട്. അവരുടെ ഉടമ്പടിയേക്കാൾ വലുതാണ് അവർക്ക് നിയോഗം. അതുകൊണ്ട് നിയോഗം നടന്നില്ലെങ്കിൽ, നടക്കാൻ താമസിച്ച ഉടമ്പടി അവർ ഉഴപ്പും. അതിൻ്റെ കാര്യം എന്താണ്? അവിടെ ഉടമ്പടി അവർക്ക് നിയോഗത്തെക്കാളും ചെറുതാണ്. പക്ഷെ അപ്പോഴേ ഉള്ള പ്രശ്നം, വെള്ളം എടുത്ത് വള്ളത്തിലേക്ക് കിടത്തണ പോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വള്ളം പോകത്തില്ല. അതാണ് നിയോഗത്തെക്കാൾ വലുതാകരുത്, ചെറുതാകരുത് ഉടമ്പടി. ഇപ്പോൾ ഈ ജീസസ് യൂത്ത് നിഷ്ഠാപരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിയോഗം മാറ്റി വെച്ചാലും ഇത് റിച്ചാണെന്ന് പറയും. എന്താ കാര്യം? നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അവർ പ്രതിജ്ഞാബദ്ധരായിട്ട് ദൈവതിരുസന്നിധിയിൽ അവർ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടിയെ നിങ്ങൾ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചോ? അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഉടമ്പടിയെ മാനിക്കും. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ദൈവതിരുസന്നിധിൻ്റെ കോമ്പറ്റൻ്റ് പാർട്ട്ണറാകാൻ വേണ്ടി ഉള്ളൊരു അപ്ഡേഷൻസ് ഉണ്ടാകാനാണ് ഞാനിങ്ങനെ കാർക്കസ്യമായിട്ട് നിൽക്കുന്നത്. കോമ്പറ്റൻ്റ് പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കക്ഷി, നമ്മളൊരു കക്ഷിയല്ലേ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, ഉഭയകക്ഷിയായിട്ടുള്ള ഒരു സമ്മതമല്ലേ അതിൻ്റെ ഉടമ്പടി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവത്തെ ലെവൽ വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾക്ക് ലെവൽ വർദ്ധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധി ലെവൽ വർദ്ധിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടിയുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ ലെവൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിച്ചാൽ പോരാ, അത് ജോലി കിട്ടാൻ വേണ്ടി, വീട് വെക്കാൻ വേണ്ടി, ജപ്തി മാറാൻ വേണ്ടി എന്നും പറഞ്ഞാൽ നിങ്ങൾ പത്രം കൊടുത്ത് കൂട്ടണത്. അവിടെ ഒരു ചെറിയ അപകടമുണ്ട്. അവിടെ കാര്യമായൊരു അപകടം അവിടെ വരുന്നുണ്ട്. കാര്യം അവിടെ യഥാർത്ഥ കക്ഷി ദൈവമല്ലല്ലോ, നിങ്ങളുടെ ജോലിയല്ലേ, നിയോഗമല്ലേ. അത് ഭയങ്കര അപകടമാണ് അതിൻ്റെ വിഷയമെന്ന് പറയണത് അവിടെയെല്ലാം ദൈവമായിരിക്കണം. ഞാൻ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക്, എല്ലാവരും കർത്താവിനെ അറിയാൻ വേണ്ടി എൻ്റെ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ഉടമ്പടി എന്ന് പറയാൻ പറ്റണം. അപ്പോൾ ആദ്യകാലങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ സെക്കൻഡ് ഫേസിൽ വരുന്ന വലിയ അനുഗ്രഹമാണ് ഉടമ്പടി. ഇപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അനുഭവം കിട്ടണതിനോട് എനിക്ക് കിട്ടിക്കോട്ടെ, നല്ല കാര്യം കിട്ടുമെന്നാണ് എന്നോട് അമ്മ അന്ന് പറഞ്ഞത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്നാണ്. പക്ഷേ ഏറ്റവും നല്ലത് 1-2 ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകുന്നതാണ്. എന്താ കാര്യം എന്നറിയാമോ? അതിനുള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ ആളായിട്ട് കൺവേർട്ട് ചെയ്യണം. ചെയ്യാതെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ നിങ്ങൾ ആ അനുഗ്രഹം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറും. ആ വിഷയം. ദൈവത്തെ അറിയാതെയാണ് നിങ്ങൾക്ക് 3 പുതുക്കി, പക്ഷേ ദൈവത്തിൻ്റെ വേരോളം ചെയ്തില്ല. ചുമ്മാ ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു തരികിട പാർട്ടിയാണ് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെ തരികിടയാണെങ്കിൽ തരികിടകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് പ്രശ്നം. ഇവർ പിന്നീട് അതുകൊണ്ട് വലിയ കാര്യം ഇവരുടെ ചില ആൾക്കാരുടെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കടങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഇപ്പം മലയാളിക്ക് എല്ലാവർക്കും കടങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും കടങ്ങളില്ലേ? ഇപ്പം കടങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ മുഴുവൻ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ നമ്മൾ ഒതുങ്ങണില്ലല്ല. ഇപ്പം ഓരോരുത്തരും ഒതുങ്ങണില്ലല്ല. കാര്യം എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ശരിക്കും വളർന്നിട്ടുണ്ട്. വരുമാനത്തിനേക്കാൾ മെച്ചമായ ജീവിത രീതികളാണ് എല്ലാവർക്കും ഉള്ളത്.
വരുമാനത്തിനേക്കാൾ അതായത് ഈ നമ്മുടെ ജനങ്ങളുടെ അഭിമാനബോധം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനും മീഡിയയും കാരണം ജനങ്ങളുടെ അഭിമാനബോധം കൂടി എല്ലാവരും വളരെ സുന്ദരമായ രീതിയിലാണ് ജീവിക്കണത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറെക്കുറെ ആൾക്കാരും ഇപ്പോൾ ശരിക്കും ഒരു നല്ല അഭിമാനബോധത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല നിരത്തിൽ മാത്രമല്ല വീട്ടിൽ ഇവരെ കാണാനുള്ള ആഢ്യതയുള്ള ഒരു ഇതിൽ കേരളം വളർന്നു. പക്ഷേ ഇവിടുത്തെ വരുന്ന ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒപ്പം കടങ്ങൾ പെരുകിയിട്ടുണ്ട്. കടങ്ങൾ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കടം ആരെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ ആവശ്യമില്ലെങ്കിലും ചെന്ന് മേടിക്കും. നമ്മൾ ചിലപ്പോൾ ആവശ്യത്തിന് മേടിക്കും, ചിലപ്പോൾ ആവശ്യമില്ലെങ്കിലും മേടിക്കും. എന്നുവെച്ചാൽ ആഡംബരങ്ങൾക്ക് മേടിക്കും കടങ്ങൾ. പല കടങ്ങളും വന്നിരിക്കുന്നത് ആഡംബരങ്ങൾക്ക് മേടിക്കാനാണ്. ഇപ്പം 4 ലക്ഷത്തിൻ്റെ കാറ് മേടിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. 4 ലക്ഷത്തിന് കാറ് ഇപ്പം നല്ല കാറ് കിട്ടും, ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും പോകാൻ കാറ് കിട്ടും. പക്ഷേ ഈ കാറ് ഓടിച്ചുകൊണ്ട് നമ്മൾ പള്ളി ചേരുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എന്താണ്, അനിയത്തിൻ്റെ കാറ് 12 ലക്ഷത്തിൻ്റെ, നമ്മുടേത് 4 ലക്ഷത്തിൻ്റെത്. അപ്പം അനിയത്തേക്കാൾ നമ്മൾ ചെറുതാണ്. അപ്പോൾ പിന്നെ അനിയത്തേക്കാൾ വീർത്ത് വലുതാകാൻ വേണ്ടി നമ്മുടെ തവള വീർക്കാൻ പോലെ വീർപ്പിക്കും. കിട്ടണം പോയാൽ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കും. അപ്പോൾ 12 ലക്ഷത്തിൻ്റെ കാറ്, അതിൻ്റെ EMI അടച്ച് അവസാനം കിഡ്നി അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവം. കിഡ്നി അവർ കൊണ്ടുപോയില്ലേ, സൂപ്പർ സ്പെഷ്യാലിറ്റി പോകുന്ന കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം മലയാളി ഇങ്ങനെ ഇരുന്ന് വീർക്കണ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. കുറച്ച് അഹങ്കാരം കൊണ്ടാണ്. കാര്യം ചില വീടുകൾ ചിലവ് നമുക്കറിയാം. ആരുണ്ട് അമ്മച്ചി ഇവിടെ താമസിക്കുന്നത്? ഞാനുണ്ട് കൊച്ചേ. പിന്നെ പിള്ളേരൊക്കെ ലീവിന് വരും. ഏത് പിള്ളേർ? ബാംഗ്ലൂർ ഒരു പേരക്കിടാവുണ്ട്, അത് വരും. അപ്പനും അമ്മയൊക്കെ വന്നിട്ട് 6 കൊല്ലം കൂടുമ്പോഴേ വരത്തുള്ളൂ. അവർ വന്നാലും ഫ്ലാറ്റ് എടുത്ത് എറണാകുളത്ത് താമസിക്കുന്നത് പണ്ടത്തെ പറയണ കറുത്തല്ലേ. വലിയ പറഞ്ഞ എന്താ പറയുക, അപ്പനും അമ്മയും വരും. അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും, അവർ എറണാകുളത്ത് പോയി അവിടെ ലീവിന് വന്നിട്ട് അമ്മയെ എറണാകുളത്ത് പോയി താമസിക്കും അവർ. അപ്പോൾ ഈ വീടിന് ഈ വലിയമ്മ തള്ളയുണ്ട്, പിന്നെ പിള്ളേർ ലീവിന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റാണ്. ഇത് ലോണെടുത്ത് ചെയ്തിരിക്കുന്ന വീടാണ്. ലോണെടുത്ത് വീടിട്ട് ചെയ്തിട്ട് ഈ ലോണെടുത്ത കക്ഷിക്ക് യൂറോപ്പിൽ വീടുണ്ട്, എറണാകുളത്ത് വരുമ്പോൾ ഫ്ലാറ്റുണ്ട്. പിന്നെ ഈ വീട് എന്തിനാണ്? വിൽക്കാനും പറ്റണില്ല. ഇത് വെച്ചപ്പോൾ തന്നെ നീട്ടിക്കെട്ടി അങ്ങോട്ട് വെച്ചതാണ് നീട്ടൊക്കെ. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വീട് വെച്ചില്ലെങ്കിൽ വെക്കണമെങ്കിൽ 2 നില വെക്കണം എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വെച്ചില്ലേ വെക്കണ്ട, 1 നില വെച്ചാൽ പിന്നെ ആൾക്കാരുടെ മുമ്പ് നമ്മൾ കൊച്ചാകത്തില്ലേ. അതിന് വെക്കണേ നമ്മൾ 2 നില തന്നെ വെക്കണം. അപ്പോൾ വരക്കുമ്പോൾ തന്നെ എഞ്ചിനീയർമാർക്ക് വേറെ അധികം പണിയൊന്നും ഇപ്പോൾ കുറവില്ലാതെ, കാരണം അവരിങ്ങനെ വരച്ച് കൂട്ടി വലിയ വീടുകളെ വെച്ച് കേരളത്തിൽ മുഴുവനും 2 നില വീടുകളാണ്. പക്ഷെ താമസിക്കാൻ ആളില്ല. 7000 വീട് ഞാൻ പറഞ്ഞില്ലേ, 7000 വീട് ഒരു ജില്ലയിൽ തന്നെ വിൽക്കാനിട്ടിരിക്കുകയാണ്. 7000 വീട് ഒരു ജില്ലയെ മാത്രം വിൽക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയണത്, എൻ്റെ മക്കളെ ഒന്ന് ഒതുങ്ങണ നല്ലതാണെന്ന് തോന്നണം. ആൾക്കാരെ നിങ്ങൾ ഉടമ്പടി എടുത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പിന്നെയും വീർപ്പിക്കണമല്ല. ചില സമയത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടി എടുത്ത് ആനുകൂല്യം കിട്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ ദൈവത്തിൻ്റെ കൺട്രോളിൽ നിന്ന് പോകരുത്. ദൈവത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് അറിയാമോ? അതായത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിയതിനാൽ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സംഭവം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഉടമ്പടിയിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വല്ല രോഗികൾക്ക് കൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറേ പത്രമൊക്കെ വിതരണം ചെയ്തെങ്കിലും ജീവിതത്തിലെ തീരുമാനങ്ങൾ ദൈവത്തെ അവർ അംഗീകരിക്കത്തില്ല. അവർ തന്നെ ദൈവമാണെന്ന് പറഞ്ഞ രീതിയിൽ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ അവരെ ബൂസ്റ്റ് ചെയ്തെടുക്കും. എടുത്തതിൻ്റെ പേരിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അവർ ലൈഫിൽ കുറേ അധികം കടങ്ങൾ വരുത്തി മാറ്റും. കടങ്ങൾ വെച്ച് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. കടം മേടിച്ച് ഒരിക്കലും നിങ്ങൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടി നോക്കരുത്. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ അതിനുള്ള കുഴപ്പം ദൈവത്തിൻ്റെ ഒരു കൺകറൻസ് കിട്ടത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങൾ കടം മേടിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ അവരോട് ചോദിക്കും, കടം എങ്ങനെ വന്നെന്ന് ചോദിക്കും. ഉടനെ ചോദിക്കും ഞാൻ.
ഉടമ്പടി എടുത്തതിന് ശേഷം നിങ്ങൾ പറയും, എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഭാര്യ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കണം വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം. ഞാൻ പറഞ്ഞു ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് ചോദിക്കും. ദൈവം ചോദിക്കണേ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് പറയും. 50% പെൺപിള്ളേരും കള്ളികളാണ്. അവർ പറയും അവരാണ് പിരിഞ്ഞതെന്ന് പറയും. ഞാൻ പറഞ്ഞത് നീയാണ് പിരിഞ്ഞത്, തിരിച്ചു പറയാം അവളോട്, നീയാണ് പിരിഞ്ഞത്. അപ്പം നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ നമ്മുടെ കൈ കുറ്റം ഉണ്ടാകാതിരിക്കാൻ. എങ്ങനെ കടം വന്നെന്ന് ചോദിക്കരുത്. എങ്ങനെ കടം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹന്ത കൊണ്ടുണ്ടായതാണ് കടം. ഇപ്പം തന്നെ നോക്കിയേ, ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞില്ലേ, അതായത് മഞ്ജു ഷാജിയുടെ വിഷയം എന്താണ്, അവർക്കൊരു ട്രക്ക് ഉണ്ടായിരുന്നതാണ്, ഒരു ട്രക്ക്. ആ ട്രക്ക് ഇതൊരു ദിവസം ഓടാൻ തുടങ്ങിയപ്പോഴേ പിന്നെ എന്ത് പറ്റി, അവർ ഒരു ട്രക്ക് കൂടി മേടിച്ചു. അപ്പം അതിനും ഓടാൻ തുടങ്ങി. അതിനകത്ത് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്നറിയാവോ, ഇപ്പോഴേ നിങ്ങൾക്കറിയാവില്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പ്രൈവറ്റ് ബസ്സൊക്കെ കാട്ടിക്കിടക്കണേ കാണാം അല്ലേ. 18 വണ്ടിയാണ് ഒരു കമ്പനിയുടെ കാട്ടിക്കിടക്കണത്. അതിനകത്ത് തേക്ക് മാഞ്ചീവൊക്കെ വളർന്നു നിൽക്കണം ബസ്സിൻ്റെ അകത്ത് കൂടി. ഒരു കാലത്ത് ഈ റോഡ് മുഴുവൻ ഭരിച്ചിരുന്ന ആൾക്കാരാ. എന്താ ഇവർക്ക് പറ്റിയത്, ഇവർക്കൊരു 10 വണ്ടി ആകുമ്പോൾ മറ്റേ കമ്പനിക്കാരൻ പോയി 11ാമത്തെ വണ്ടി എടുക്കും. അതാണ് വിഷയം. ഇത് ആവശ്യമുണ്ടായിട്ടല്ലേ, മറ്റേ ഇവരുടെ വേറെ കോമ്പറ്റീഷൻ കമ്പനി ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ കമ്പനിക്കാരൻ പോയി 11ാമത്തെ വണ്ടി എടുക്കും. അപ്പോൾ ഇവൻ 12ാമത്തെ വണ്ടി എടുക്കും. അത് ഇവനുമായിട്ട് കോമ്പറ്റ് ചെയ്ത് റോഡിൽ സ്ഥലമില്ലെങ്കിലും വണ്ടിയുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഗവൺമെൻറ് അവസ്ഥയല്ലേ, ഗവൺമെൻറ് ടാക്സ് കിട്ടാൻ വേണ്ടി നിയമങ്ങൾ മാറ്റും. അപ്പോൾ സീറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് പറയുമ്പോൾ നമ്മുടെ വണ്ടി ഓടിയാൽ ഒരിക്കലും ലാഭം കിട്ടത്തില്ല. എന്നാൽ അത് വിൽക്കാൻ ടാക്സ് RTO ഇപ്പോൾ തിരുത്താനൊക്കെ ഭയങ്കര പാടായിരിക്കും. സീറ്റ് പറിച്ചു കളഞ്ഞാലും അവിടെ രേഖയിൽ കിടക്കണത് ആ 12 സീറ്റ് 15 സീറ്റായിരിക്കും. ആ കാശ് കൊടുക്കണം. 43 സീറ്റാണെങ്കിൽ വേറെ വിഷയമാണ്. അപ്പോൾ സീറ്റ് പറിച്ചു കളഞ്ഞിട്ടും കാര്യമില്ല, രജിസ്റ്റേർഡ് ആയി കഴിയുകയാണ്. പക്ഷേ ഇനി എത്ര വണ്ടിയുടെ ടാക്സാണ് കൊടുക്കേണ്ടത്, അത്ര ഓടിക്കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വികാരമണ്ഡലങ്ങളെ നമ്മൾ ഉടമ്പടി എടുത്താലും ദൈവത്തിന് അടിയറ വെക്കണം ഈ ബുദ്ധി. അല്ലാതെ മറ്റു മനുഷ്യരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി നമ്മൾ അഹന്തയുടെ പുതിയ തീരുമാനം എടുക്കരുത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ എപ്പോഴും സന്തോഷത്തിലിരിക്കണം, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യം കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവിൽ സൂക്ഷിച്ചുകൊള്ളും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ പാടാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനങ്ങൾ. ഫിലിപ്പി 4:6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇതിന്റെ പ്രശ്നത്തിൽ ഈ 2 ഫാക്കൽറ്റികളും സംരക്ഷിക്കേണ്ട ദൈവമാണ്. എന്തൊക്കെയാണ്? ഒന്ന് ചിന്ത, രണ്ടാമത്തെ എന്താണ്? ഹൃദയം. ഈ കടങ്ങൾ വരണത് എന്തുകൊണ്ടാണ്? ചിന്തകളെയും ഹൃദയത്തെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കളയുന്നത് കൊണ്ടാണ് ഈ കടങ്ങൾ വരണത്. അതായത് ആവശ്യമില്ലാതെ എപ്പോഴും ആദ്യം പിടിച്ച് അയ്യോ അവന് 10 വണ്ടി, അവന് 4 വണ്ടി ഉണ്ടല്ലോ, നമുക്ക് 2 വണ്ടിയല്ലേ ഉള്ളു. ഈ ആദ്യം ഉണ്ടാകണത് എങ്ങനെയാണ്? കമ്പാരിഷൻ വരുമ്പോഴാണ് ആദ്യം ഉണ്ടാകണത്. ആദ്യം ഉണ്ടാകുക എങ്ങനെയാണ്?
നിങ്ങൾ പരസ്പരം തുലനം ചെയ്തരുത്. തുലനം ചെയ്യുന്നവർ വിഡ്ഢികളാണ്. അതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശ്രുതിക്കട്ടെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. സ്വരത്തിലെ അരികിൽ വരണമേ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. 2 കോരിന്തോസ് 10:12. 2 Corinthians 10:12. ആത്മപ്രശംസ നടത്തുന്നവരുടെ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യുവാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. അപ്പോൾ പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ വിഡ്ഢികളാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വിഷയം വേണ്ടത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കെനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അന്ധമായ ഇങ്ങനെ ആക്രാന്തം പിടിച്ചുള്ള മത്സരമായിട്ട് പോകരുത്. നിങ്ങളിപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഓരോ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ കോമ്പറ്റീഷൻ, മറ്റുള്ളവരെ ഇപ്പോൾ സയൻസിന് 48 മാർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് 47 കിട്ടിയുള്ളെങ്കിൽ ഈ 48 കാര്യമായിട്ട് നമ്മൾ മിണ്ടത്തില്ല. പിള്ളേർ മിണ്ടത്തില്ല. അമ്മയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എടാ ക്ലാസ്സിൽ ഒന്നാമനാരാണ്? ഒന്നാമൻ സജിയാണ്. ആ ശരി, അവന് എത്ര മാർക്കുണ്ട്? 48. പോത്തെന്നാണ് വിളിക്കണം. 47 മാർക്കുള്ളവന് അമ്മ വിളിക്കണ പോത്തൊന്നാണ്. ഇനി അമ്മയുടെ പോത്ത് വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവന് കിടന്ന് രാത്രിയും പകലും ചക്രശ്വാസം പറഞ്ഞാൽ അവന് ഡിപ്രഷൻ ആകും. അവസാനം പഠിച്ച് തോറ്റ് കഴിയുമ്പോൾ ഡിപ്രഷൻ വരുമല്ലോ. പഠിച്ചിട്ടും മറ്റുള്ളവരുടെ ഒരു നിലവാരം അനുസരിച്ച് പോകാൻ പറ്റാത്തപ്പോൾ എന്നെ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് പറഞ്ഞാൽ അവർ ഡിപ്രസ്ഡ് ആകും. പിള്ളേർ ഡിപ്രസ്ഡ് ആകുന്നതിൻ്റെ കാരണം ഹെവി ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നതുകൊണ്ടാണ്. അതിന് അമ്മമാരുടെ അസൂയയാണ് മെയിൻ കാരണങ്ങൾ. അമ്മമാരുടെ അസൂയ എന്ന് വെച്ചാൽ അമ്മമാർ മറ്റ് സ്ത്രീകളുമായിട്ട് ഇവർ കോമ്പറ്റ് ചെയ്യണം മക്കളെ വെച്ചുകൊണ്ടാണ്. അതാണ് വിഷയം. നിങ്ങളുടെ മക്കളെ വെച്ചുകൊണ്ട് മറ്റ് സ്ത്രീകളുടെ മക്കളെക്കാൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലബിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ഉള്ള അവരുടെ മക്കളെക്കാൾ നിങ്ങളുടെ മക്കൾ മുന്നത്തിലാണെന്ന് ആ സ്ത്രീയോട് നിങ്ങൾക്ക് അസൂയാവഹമായ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ്. ഉടമ്പടിയിൽ ഇതൊന്നും പറ്റത്തില്ല. അങ്ങനെ വല്ലവരുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ചില ഹസ്ബൻഡ് വൈഫും കൂടി സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും, നിൻ്റെ ആങ്ങളെ ഞാൻ ഞൊട്ടിക്കുമെന്ന് പറയും. എന്താ കാര്യം എന്ന് പറയും? ഒരു കാറ് മേടിച്ചിട്ടാണ് അയാളെക്കാളും മെച്ചമായ കാറ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിച്ചുമാണ് പറയുന്നത് നിൻ്റെ ആങ്ങളെ ഞാൻ ഞൊട്ടിക്കുമെന്ന്. വല്ല കാര്യമുണ്ടോ ഇപ്പോൾ വർത്തമാനത്തിന്? ഇയാളെന്താ പറയണത്? അപ്പോൾ വൈഫ് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ആങ്ങളുടെ മേക്കട്ട് കയറണാണ്, നിങ്ങൾ ആങ്ങളൊക്കെ വേണ്ടിയാണ് ജീവിക്കണത്, ഇവർ തമ്മിൽ അടിയാണ്. അദ്ദേഹത്തെ ആരുമായിട്ട് നമ്മൾ അതൊക്കെ പുള്ളിക്ക് കോമ്പറ്റീഷൻ വരാൻ പറഞ്ഞ ഭാര്യയുടെ ആങ്ങളെയായിട്ടാണ്. കിട്ടിയ കാലം പോലെ പുള്ളിയുടെ ശത്രുവാണ്. എന്താ ശത്രുവൊന്നുമില്ല, തമ്മിൽ സ്നേഹമൊക്കെയാണ്, പക്ഷേ ഉള്ളിൽ അസൂയുണ്ട്. ഇവൻ നമ്മളെക്കാൾ ഉയർന്ന് കയറിപ്പോകുന്നതെന്ന് അസൂയ ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നിങ്ങളൊരു ഇഡിയറ്റാണെന്ന് പറയും. എന്താ കാര്യം? പരസ്പരം തുലനം ചെയ്യുന്നവർ വിഡ്ഢികളാണെന്ന് പറയുന്ന സംഭവം. വിഡ്ഢികളെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതാണ് വിഷയം. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ എപ്പോഴും കർത്താവുമായിട്ട് സ്റ്റേ കണക്റ്റഡ് എന്ന് പറയും. നിങ്ങൾ സ്റ്റേ കണക്റ്റഡ് എന്നാണ് ഈശോ പറയണത്. എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റേ കണക്റ്റഡ്. എപ്പോഴും കർത്താവുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം. നിങ്ങൾ സ്റ്റേ കണക്റ്റഡ് കർത്താവുമായിട്ടല്ല, നിങ്ങളുടെ പ്രതിയോഗിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവനെ എങ്ങനെ അടിച്ചു താഴ്ത്തിയെ പറ്റും, അവനേക്കാൾ എങ്ങനെ. അത് മനുഷ്യന്മാരുടെ ഈ മാംസത്തിലുള്ള ഒരു സംഭവമാണ്. മാംസത്തിനുള്ളൊരു കുഴപ്പം, അതിന് ദുരാശ ഉണ്ടാകും. മാംസത്തിനുള്ളൊരു കുഴപ്പം ദുരാശയാണ്. ഈ ദുരാശയാണ് നമ്മൾ പലപ്പോഴും പരസ്നേഹ പ്രവർത്തനങ്ങളും പരിത്യാഗ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ദുരാശയെ നമ്മൾ അമർത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു.
ഒന്ന് സ്തുതിച്ച മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. അപ്പോൾ ടോണിയ എന്ന് പറഞ്ഞൊരു മോളുടെ സാക്ഷിയാണ്, ടോണിയയുടെ മോളുടെ. ടോണിയയുടെ വിഷയം, ടോണിയ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോൾ അവൾ ന്യൂസിലൻഡിൽ പോയിട്ട് ഒരു പാത്വേ ആസ്ട്രേലിയയിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ആസ്ട്രേലിയ, ന്യൂസിലൻഡിൽ നിന്നുകൊണ്ട് ആസ്ട്രേലിയക്ക് ജോലി ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ന്യൂസിലൻഡിൽ അവിടെയാണ് ഒരു ആൻറ്റിയുടെ കൂടെ ജീവിക്കണത്. അപ്പോൾ അവിടെ ജീവിക്കുന്ന സമയത്ത് നല്ല ശരിക്കും തണുക്കുന്നുണ്ട്, അതായത് മൈനസിലേക്കൊക്കെ വരാൻ പോകുന്ന തണുപ്പ്. പക്ഷേ എന്നിട്ട് ഇവൾ പറയണത്, ഞാൻ ഇംഗ്ലീഷ് പത്രം കൊണ്ട് ഇറങ്ങും. ഞാൻ ന്യൂസിലൻഡ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ 150 പത്രങ്ങൾ കൊടുത്തു. അപ്പം നിങ്ങൾ ഓർക്കും, 150 പത്രം കൊടുക്കണം, എന്നാ നിസ്സാര കാര്യമല്ലേ? നിസ്സാര കാര്യമല്ല. ന്യൂസിലൻഡിൽ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പാടാണ്. ഒന്നാമത് റോഡേ ഒന്നും ആളില്ല. യൂറോപ്യൻ സ്റ്റൈലെന്ന് വെച്ചാൽ യൂറോപ്പ് ഇപ്പോൾ അഭയാർത്ഥികളൊക്കെ വന്നപ്പോൾ യൂറോപ്പിൽ നിറച്ച ആളായി. എന്നാലും സായിപ്പന്മാരെ കാണത്തില്ല നമ്മൾ, അവർ വീടിൻ്റെ പുറകിലേ ഇരിക്കത്തുള്ളൂ, അവർ പുറത്തങ്ങനെ ഇറങ്ങത്തില്ല ആവശ്യമില്ലാതെ. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ആൾക്കാരില്ലാത്ത കാരണം ഒരാളെ കണ്ടുപിടിക്കാൻ ഞാൻ ഈ തണുപ്പത്ത് ഒരു ഇംഗ്ലീഷ് പത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ തണുപ്പത്ത് ഒരു 5 കിലോമീറ്ററൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വേറെ ആളെ പോവും, തിരക്കി കൊടുക്കും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഈ ജോലി കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ആണ് ഈ ദുരാശകൾ സബ്സൈഡായി വരണത്. ദുരാശ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാംസത്തിൻ്റെ ദുരാശ എന്ന് പറയും. മാംസ ദുരാശ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 2:16-17 തിരുവചനങ്ങൾ. 1 യോഹന്നാൻ 2:16-17 തിരുവചനങ്ങൾ. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ശാശ്വതമല്ലെന്നാണ് എൻ്റെ വിഷയം. ഇപ്പം ഇയാൾ തന്നെ 4 ട്രക്ക് എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഉടനെ വരണത് എന്താണ്? കോവിഡാണ് വരുന്നത്. 2 കൊല്ലത്തെ കോവിഡ് തീർന്നില്ലേ? നമ്മൾ അന്ധവേഗത്തിൽ കോമ്പറ്റീഷനായിട്ട് പോവുകയാണ്. മറ്റുള്ളവരെ ജയിക്കാൻ വേണ്ടി നമ്മളും, അവർക്ക് 5 ട്രക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് 5 ആക്കി എടുക്കണം പറഞ്ഞപ്പോൾ ടാർജറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഇത് നമുക്ക് പറ്റുമോ? നമ്മളിൽ ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? കോമ്പറ്റീഷൻ ജയിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ആത്മാഭിമാനത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച്, നമുക്ക് അല്പം സാമ്പത്ത് കുറവാണെങ്കിലും ദൈവത്തിൻ്റെ കൂടെ സമാധാനം ജീവിച്ച് പോകുന്നത്. അപ്പോൾ ദൈവത്തിനെ കൂടെ നിർത്താൻ ഉടമ്പടിക്കാർ പഴയ ലോകം അവസാനിപ്പിക്കണം. ഇപ്പം നിങ്ങളെന്താ സമയം ഉടമ്പടി എടുക്കുകയും ചെയ്യും, പഴയ ട്രാക്കിൽ കൂടിയാണ് വണ്ടി പോണത്. ഉടമ്പടി എടുക്കും, അത് പ്രാർത്ഥനയായിട്ട് നിങ്ങൾ കരുതണത്. ഉടമ്പടി നിങ്ങളെടുക്കും, അത് പ്രാർത്ഥനയായിട്ട് ചെയ്യണം. നിങ്ങളതുകൊണ്ട് മാറുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ 10 ദിവസത്തേക്ക് നിങ്ങൾക്കൊരു ഈ എക്സസൈസ് തരുന്നുണ്ട്. 10 ദിവസത്തേക്ക് എല്ലാ ദിവസവും. അതായത് വാഗ്ദാന പേടകത്തെ സമീപിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് വാഗ്ദാന പേടകത്തെ സമീപിക്കാം, കൃപയുടെ സിംഹാസനം സമീപിക്കാം. അത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു വാഗ്ദാനമാണ്. എന്താണ്? ഹെബ്രായർ 4:16 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സംഘർഷ സമയത്ത് നിങ്ങൾക്ക് കൃപയുടെ സിംഹാസനമായ വാഗ്ദാന പേടകത്തെ സമീപിക്കാം. അപ്പം സമീപിക്കാവുന്ന മാത്രമേ അത് പറയുന്നുള്ളൂ. അത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, അങ്ങനെ കയറി കണ്ട സമീപിക്കാൻ പറ്റത്തില്ല, അതിന് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയും. എന്താ സംഭവം? അതിന് 10 കാര്യങ്ങൾ വേണമെന്ന് പറയും. ആ 10 കാര്യങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങളോട് ഓരോ ദിവസവും ഓരോ കാര്യം പറയുന്നുണ്ട്. ചിലരുടെ കംപ്ലയിൻ്റ് അച്ഛൻ്റെ പ്രസംഗം രാവിലെ കൂടിപ്പോകണമെന്നാണ്, 18 മിനിറ്റ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം എല്ലാം 5 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ രാവിലെ ഉള്ളത് സ്കിപ്പ് ചെയ്യരുത്. വളരെ 5 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതലുള്ള ഡെയിലി ബ്രെഡെല്ലാം 5 മിനിറ്റേ ഉള്ളൂ. പ്രസംഗം 5 മിനിറ്റേ ഉള്ളൂ. പ്രാർത്ഥന ഉണ്ടാകും. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ആൾക്കാർ കൂടുന്നത്.
അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞത് മാനസാന്തരമാണ്. വാഗ്ദാന പേടകത്തെ സമീപിക്കുന്ന വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകണം. ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ കാര്യം? ഇപ്പം മാനസാന്തരം എന്ന് പറയണത് നമ്മളിൽ ലോകത്തിൻ്റെ ഇപ്പോൾ കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ലോകത്തിൻ്റെ ഒരു സാധനവും നമ്മൾ അനുഷ്ഠിക്കുന്നില്ല, അനുവർത്തിക്കുന്നില്ല എന്ന് ഉടമ്പടിക്കാർ ഉറപ്പ് വരുത്തണം. പീഡിയ അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 4 ട്രക്ക് എടുത്ത് പിന്നെന്താ പറ്റുന്നത്, 4ാമത്തെ ട്രക്ക് എടുത്തപ്പോൾ എന്ത് സംഭവിക്കണമെന്നറിയാമോ? കോവിഡിന് മുമ്പ് 4ാമത്തെ ട്രക്ക് 2018 4ാമത്തെ ട്രക്ക് എടുത്തപ്പോൾ 5 പ്രാവശ്യം ആ ട്രക്ക് ഇടിച്ച് 5 ഡ്രൈവർമാരെ മാറി മാറി കയറ്റിയാലും ശരി ട്രക്ക് ഇടിക്കും. ട്രക്ക് ഇടിക്കുമ്പോഴൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം പെനാൽറ്റി പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി പോയി ഇടിക്കുന്നതാണേ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 ലക്ഷം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ 4ാമത്തെ വണ്ടി 4 പ്രാവശ്യം ഇടിക്കുകയാണ്. 4 പ്രാവശ്യം ഇടിച്ച് 4-5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു പരുവമായി. പിന്നെ എന്ത് ചെയ്ത്? ഉടനെ കോവിഡും വന്നു. പിന്നെ വണ്ടി ഷെഡിൽ കയറ്റി 2 കൊല്ലം വെറുതെ കിടന്ന്. അപ്പോഴെന്ത് ചെയ്യും? ഈ 4 ട്രക്കിൻ്റെയും പലിശ ബാങ്കിൽ കയറുകയാണ്. അങ്ങനെ 60 ലക്ഷം രൂപ കടമായി. ബാങ്ക് ഈ കോവിഡ് കാലത്ത് വണ്ടി ഓടാതെ കിടന്ന് ബാങ്കിൽ പലിശ കയറി ഉണ്ടായ കടവാണ്. അവർക്കത് വിൽക്കാനും പറ്റത്തില്ല, ഇനി കട ഓടി തീർക്കാനും പറ്റത്തില്ല. എല്ലാം കൊണ്ടൊരു പെട്ടപ്പോൾ എന്ത് ചെയ്യും? അവസാനം ആരോ വന്ന് വെച്ചും കൃപാസനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. അപ്പോൾ അവരുടെ അമ്മയടുത്ത് വന്ന് ഉടമ്പടി ചെയ്ത് ഭാര്യയും ഭർത്താവും കൂടി, അമ്മ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തോറ്റു, ഞങ്ങൾ തീരുകയാണ്, ഞങ്ങൾ തീർന്നു പോണോ വേണ്ടതെന്ന് അമ്മ തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു. തീർന്നു പോണോ വേണ്ടതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് നിങ്ങൾ നിൽക്കെന്ന് പറഞ്ഞു. അതാണ് വിഷയം. അമ്മ ഈ കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ നിൽക്കുക എന്നാണ്. അതാണ് അർത്ഥം. കൃപാസന മാതാവിൻ്റെ കൈവെപ്പ് കണ്ടല്ലേ, എന്ത് രസം കാണാൻ. നിങ്ങൾ നിൽക്കുക എന്നതിൻ്റെ അർത്ഥമാവും. അപ്പോൾ ആ ഒരു ദർശനം കിട്ടുമ്പോൾ നമുക്കറിയാം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ നിൽക്കത്തില്ല, ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിൽക്കും. നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യം നിന്ന് കഴിയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ കൈ 100,000 കാര്യങ്ങളാണ്. അമ്മ ഉടനെ ഒരു 17 ലക്ഷത്തിൻ്റെ വർക്ക് കൊടുത്ത് ആദ്യം അതൊരു സിവിൽ വർക്ക് കൊടുത്ത്, നീ വണ്ടിപ്പണി നിർത്ത്, ഈ പണിക്ക് പോകാൻ പറഞ്ഞു. ആ വർക്ക് വിജയിച്ച്. അപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ വർക്ക് കൊടുത്ത്, ആ വർക്കും വിജയിച്ച്. അപ്പോൾ 1 കോടിയുടെ വർക്ക് കൊടുത്ത്, ആ വർക്കും വിജയിച്ച്. അപ്പോൾ 2 കോടിയുടെ വർക്ക് കൊടുത്ത്, ആ വർക്കും വിജയിച്ച്. കടകളെല്ലാം മാറി. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അവരാരാണെന്ന് വിചാരിക്കണം. അവരൊരിക്കലും അമ്മയെക്കുറിച്ച് ഒരു ക്രിസ്ത്യൻ പ്രെയറോ ഒന്നും കൂടാത്ത ആൾക്കാരാണ്. നോൺ ക്രിസ്ത്യൻസാണ്. ഒരു ക്രിസ്ത്യൻ പറയുന്നത് കൂടാത്ത ആൾക്കാരാണ്. പക്ഷെ അവർ വിശ്വസിച്ച് അതിലങ്ങ് ജീവിക്കുകയാണ്. ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ദൈവം പുതിയ വഴികൾ കൊടുത്ത് ആ വണ്ടിപ്പണിയൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്ത്? അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുത്ത് അവരതിലൂടെ നയിച്ചു. മക്കളെ, നമുക്ക് മാർഗം കാണിച്ചു തരണമല്ല പ്രശ്നം, മാർഗം വിജയിപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ റോളെന്ന് എനിക്ക് മനസ്സിലായിരിക്കണത്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം വേറെ ആൾക്കാർ ചെയ്താൽ ചിലപ്പോൾ വിജയിക്കത്തില്ലെന്ന് വരും. നമ്മൾ വിജയിക്കാൻ ദൈവം ഇടയാക്കണതാണ്. എന്താ കാര്യം? വിജയമെന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം നൽകണത് കർത്താവാണെന്ന് പറയും. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന.
ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാം താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക
എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ Hallelujah, 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 hallelujah. Shwe aradhana, shwe mahata, 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 mahata. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Shwe രോഗസൗഖ്യ ജീവിത പ്രശ്ന ദുരിത നിവാരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഈ കണ്ണീരിൻ്റെ കാലത്ത് എത്താൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമായിട്ട് കരുതണം. പതിനായിരങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ട് മാതാവിൻ്റെ കരസ്പർശം അനുഭവിച്ച് ജീവിത ഭാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവം കൽപ്പിച്ചു നൽകിയ സ്വർഗത്തിൻ്റെ അവകാശമായ പുണ്യഭൂമിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതൊരു ജീവിത വിളിയായിട്ട് കാണണം. കർത്താവ് നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. പതിനായിരങ്ങൾ പ്രയാസപ്പെടുമ്പോഴും നിന്നെ മാത്രം എന്തുകൊണ്ട് കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് നിനക്കിനി ചിന്തിക്കേണ്ടി വരും. ദൈവവേദലെ, ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് നിന്റെ കൃപാസനത്തിലേക്കുള്ള ദൈവവിളി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പിതാവേ നന്ദി, പിതാവേ മഹത്വം. Shwe aradhana, aradhana, shwe mahata, mahata, mahata. Hallelujah. Divaram modi, divaram modi, divaram modi. മാത്രം മതി. Divaram modi, divaram modi, divaram modi. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം നിന്റെ അവകാശവും ഓഹരിയുമായ നിന്റെ ജനത്തിൻ്റെ മേലെ ഈ പ്രഭാതത്തിൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റു ഒരുവനിലും രക്ഷയില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു സത്യമുണ്ട്. മറ്റാരിലും സഹായമില്ല. കർത്താവേ, മറ്റാരിലും സഹായമില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിന്നിലാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നിന്നിലാണ് ഞങ്ങളുടെ സഹായം. ഞങ്ങൾ ഒരേ മനസ്സോടെ നിന്നെ ആരാധിക്കുന്നു, ഒരേ മനസ്സോടെ നിന്നെ സന്തോഷിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. നീ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, Divaram modi, ഹല്ലേലൂയ. divaram modi, divaram modi. Divaram modi, divaram modi, divaram modi. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ഓഹരിയായി നൽകിയതിന് നിന്നെ ആരാധിക്കുന്ന നിന്റെ സന്നിധാനത്തിൽ സന്തോഷിക്കാൻ, നിന്റെ സവിധത്തിൽ ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും ഇറക്കി വെക്കുവാൻ നീ തന്ന പ്രഭാതത്തിന് നന്ദി പറയുന്നു. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്തവരുണ്ട് ഇവിടെ. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുണ്ട് ഇവിടെ.
അവിടെ സങ്കടങ്ങളെ ആധിക്യം കൊണ്ട് കർത്താവെ എന്ന് വിളിച്ച പകുതി പോലും വെച്ച് മുറിഞ്ഞു പോകുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നിൻ്റെ തിരുമറുവാർന്ന വലത് കരത്താൽ, അനുഗ്രഹത്തിൻ്റെ ആണിപ്പഴുതാർന്ന വലത് കരത്താൽ അവരെ ഈ നിമിഷം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ഭാരങ്ങൾ, വലിയ ക്ലേശങ്ങൾ, വലിയ രോഗങ്ങൾ, വലിയ ഭീഷണമായിട്ടുള്ള സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ മനസ്സിന് ദൈവവേദനെ ഇപ്പോൾ മാറിപ്പോകുന്നതിന് ഓർത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിന്ദിതര് സ്വന്തം മക്കളുടെ മുമ്പിൽ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നിസ്സഹായരായി സാധിക്കാതെ നിന്ദിരായി നിൽക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ണീരോടെ അങ്ങയുടെ തിരുസേനയെ സമർപ്പിക്കാൻ. കർത്താവെ, മാതാപിതാക്കന്മാർ മക്കളും നൽകിയത് നീയാണെങ്കിൽ നീ തന്നെയാണ് അവരുടെ മാതാപിതാക്കന്മാരെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവെ, മക്കളെ ഓർത്ത് പ്രയാസപ്പെടുകയും മക്കൾക്ക് വേണ്ട വിധം ജീവിതം ക്രമീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് നിസ്സഹായതയും നിന്ദനവും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ ശക്തി പ്രകടിക്കട്ടെ, കർത്താവിൻ്റെ ശക്തി പ്രചരിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക ബാധ്യതകളുള്ളവര്, ജപ്തി നടപടിയെ നേരിടുന്നവര്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവര്, തങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നല്ലോ എന്നോർത്ത് വേദനിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണത്തിൽ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ അപമാനകരമായ ഭാരത്തിൽ നിന്ന് ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രാത തന്നെ അവരെ സംരക്ഷിക്കുന്ന അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവപൈതലെ നിന്നെ അലട്ടുന്ന എല്ലാ ഭൗതിക വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. കർത്താവെ, ഇപ്പോഴും ജോലിയില്ലാതെ അലയുന്നവരെ, കർത്താവെ, വിദേശ രാജ്യങ്ങളിലായാലും ഇപ്പോഴും വിസ എക്സ്പയർ ആകാൻ പോകുന്ന അവർക്ക് ജോലിക്കായില്ല, അതിനെ പേര് പുതിയ വിസ പുതുക്കാൻ പറ്റണില്ല, അവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടമ്പ് എടുക്കാത്തവരുണ്ട്, ഉടമ്പ് എടുത്തവരുണ്ട്, അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അങ്ങ് സന്ധിക്കുന്ന കർത്താവെ, അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം ഞാനിപ്പോൾ ആൾത്താരിൽ ഓർക്കുകയാണ്. ഈ ആരാധന കൂടുന്ന നിമിഷങ്ങളിൽ, ഈ നിമിഷങ്ങൾ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കയറുകളും പൊട്ടിപ്പോകുന്നതിനും അവർ ജീവിതത്തിലെ കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി അവരലട്ടുന്ന എല്ലാ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, സാമ്പത്തികമായ തടസ്സങ്ങൾ, പരീക്ഷ സംബന്ധമായ തടസ്സങ്ങൾ, ഇൻ്റർവ്യൂ സംബന്ധമായ തടസ്സങ്ങൾ, അതുണ്ടാകുന്ന എല്ലാ വീഴ്ചകളും പരാജയങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ നിന്റെ കഴിവിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാൽ നീ ദൈവത്തെ നേടാൻ കഴിയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, ചില ശരീരത്തിലൊരു കുരു വരുന്നത് പോലും കർത്താവെ എന്താദ്യോടെയാണ് അങ്ങയുടെ മക്കളെ അനുഭവിക്കണത്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല, വേദന കൊണ്ട് അവർ പുളയുന്നു, അവരുടെ കാര്യങ്ങളും നടക്കുന്നില്ല, അതുകൊണ്ട് കുടുംബത്തിനൊരു ബാധ്യതയായി മാറുന്നു, അവർ മാനസികമായി ഭാരപ്പെടുന്നു. എൻ്റെ ദൈവമേ, ഒരു ചെറിയ വേദന കൊണ്ട് 1000 വേദന കൂടെ വരികയാണ് കർത്താവേ. അതെല്ലാം അതിനെല്ലാം കർത്താവ് അതിജീവിക്കാനുള്ള കൃപ, അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ സൗഖ്യങ്ങൾ അവർക്ക് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ.
കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മക്കളില്ലാത്തവർ സ്വന്തം പ്രാർത്ഥിക്കുന്ന, വിവാഹം ഒത്തുവരാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ്, രോഗികൾ, ക്യാൻസർ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രസ്റ്റിലെ മുഴകൾ, ശരീരത്തിലെ സിസ്റ്റുകൾ, ആന്തരിക അവയവങ്ങളുടെ നീർക്കെട്ടലുകൾ, വാതരോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവെ, ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന ഓരോ രോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാകുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കപ്പെടുകയും യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ സകല വിശുദ്ധന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യ